ഹലോ മൈ ഡിയർ ഹാപ്പി സോൾ. സെൽഫ് ലവ് ചലഞ്ചിന്റെ 19ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഡേ 18 വരെ നിങ്ങൾ ഫീൽ ചെയ്തിരിക്കുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡേ 18 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത് ഐ എം റെഡി ടു റിസീവ് ഓൾ ദി ഗുഡ് ആൻഡ് അബണ്ടൻസ് ഫ്രം ദി യൂണിവേഴ്സ് എന്നാണ്. ഈ ഒരു പ്രപഞ്ചശക്തിയിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും ഉണ്ട്. ആ സമൃദ്ധിയുടെ എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ റെഡിയാണെന്നുള്ള കാര്യമാണ് ഡേ 18 നമ്മൾ പറഞ്ഞത്. അപ്പം ഡേ 19 എന്തായിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ? നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഡേ 19 നിങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്, എന്തിനെ പറ്റിയാണ് നിങ്ങൾ മിറർ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഡേ 19 എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ കുറച്ച് ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ചെറുതായിട്ടൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഓൾവേസ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ബിക്കോസ് യൂണിവേഴ്സ് ലവ്സ് ഗ്രാറ്റിറ്റ്യൂഡ്. യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു ഫ്രണ്ടുണ്ട്. ഞാൻ ആ ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുകയോ, അല്ലെങ്കിൽ ആളെ കൂടെ ഇരിക്കുകയോ ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആളുടെ മുഖത്ത് ഒരു കണ്ണിൽ നിറഞ്ഞ ഒരു സ്നേഹവും ഒരു നന്ദിയും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കെന്താണ് സ്വാഭാവികമായിട്ടും പിന്നെ ആ ആളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തോന്നും, അല്ലെങ്കിൽ കൂടെ ഇരിക്കാനായിട്ട് തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ, അങ്ങനെ എന്താണോ നമ്മൾ ചെയ്തത് ആ കാര്യം നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. അതേസമയം നമുക്കൊരു ഫ്രണ്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും ഒരു വിലയും തരാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും നമുക്ക് കുറച്ചുകൂടെ ഒരു ചായ്വ് വരുന്നത് ഫസ്റ്റ് ഫ്രണ്ടിനോടാണ് അല്ലേ? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും. അതുപോലെ യൂണിവേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു കാര്യം വളരെ വളരെ ആഗ്രഹിക്കുകയും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു കാര്യമാണ് യൂണിവേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കാൻ പറ്റുക? നമ്മൾ രാവിലെ കണ്ണ് തുറന്ന് നമ്മുടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കുറച്ച് സമയം ഞാൻ ചെയ്യുന്നൊരു കാര്യം, കുറച്ച് സമയം നമുക്ക് ആ ബെഡിലൊന്ന് ഇരുന്നിട്ട് നമ്മുടെ ജീവിതത്തിലൊരു 10 ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള 10 ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവുമല്ലോ, 10 കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള. അതിപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് ഈ കിടക്കാനുള്ള കിടക്കയുണ്ട്, അതൊരു വലിയ കാര്യമാണ്. എന്നാലും നമുക്ക് റാൻഡമായിട്ട് പറയാം. കിടക്കാനൊരു കിടക്കയുണ്ടായിരുന്നു, നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് താങ്ക് യു ഡിയർ മൈ ഡിയർ ബെഡ് എന്ന് പറയാം, നമുക്ക് കുടിക്കാൻ വെള്ളമുള്ളതിന്, നമുക്ക് ഇടാൻ ഡ്രസ്സുള്ളതിന്, ഹാപ്പി ആയിട്ടുള്ളൊരു ബോഡി ഉള്ളതിന്, ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ഉള്ളതിന്, അങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണുമോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്നു, അതിനൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും വെറുതെ സംഭവിക്കുന്നതല്ല. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചലഞ്ചസും നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും എന്ത് വന്നാലും അതെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ടാണ് സംഭവിക്കുന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചലഞ്ചുകൾക്കും നമ്മുടെ ജീവിതത്തിലെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാത്തിനും നന്ദി പറയാം. എല്ലാത്തിനെയും നന്ദിയോടുകൂടി നമുക്ക് കാണാൻ കഴിയണം. നമ്മളൊരു ദിവസം പഠിക്കുന്ന പലതരത്തിലുള്ള പാഠങ്ങളുണ്ടായിരിക്കും. നമ്മൾ കടന്നു പോകുന്ന ചുറ്റുപാടുകൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇതിനൊക്കെ എല്ലാത്തിനും നമ്മൾ നന്ദിയോടെ ഇരിക്കുക. കണ്ണാടിയിൽ കാണുന്ന അത്ഭുത പ്രതിഭാസത്തോടെ നമുക്ക് ഇന്ന് മിറർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിച്ചിട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് യു ഇൻ മൈ ലൈഫ് എന്ന് വേണം പറയാൻ. നിന്നെ ഈ ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിന് ഞാൻ നിന്നോട് വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നന്ദി പറയുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് മൈ സ്മൈൽ. എൻ്റെ ചിരിക്ക്, എൻ്റെ ബോഡിക്ക്, എൻ്റെ ഹെയറിന്, എൻ്റെ നെയിൽസിന്, എൻ്റെ കൈകൾക്ക്, എൻ്റെ കാലുകൾക്ക്, എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിന്, അങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് നന്ദി പറയാമോ. എനിക്ക് രാവിലെ ഒരുങ്ങിപ്പോകാനായിട്ട് ഒരു ജോലി സ്ഥലമുള്ളതിന്, എനിക്ക് കുട്ടികളുള്ളതിന്, എനിക്ക് ഹസ്ബൻഡ് ഉള്ളതിന്, എനിക്ക് അച്ഛനും അമ്മയും ഉള്ളതിന്, അങ്ങനെ നമുക്ക് നന്ദി പറയാൻ തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നന്ദി പറയാം. വെനെവർ നമ്മൾ ഒരു ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ഇമേജ് കാണുന്നു, അപ്പോഴൊക്കെ റിഫ്ലക്ഷൻ കാണുന്നു, അപ്പോഴൊക്കെ നമുക്ക് കണ്ണാടിയിൽ നോക്കി അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലായിരിക്കും കാണുന്നു, അപ്പോഴൊക്കെ നമ്മൾ പറയണം നന്ദി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്തോർത്ത് നമുക്ക് നന്ദി പറയാം. ബിക്കോസ് ഓൾവേസ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുണ്ട്. നന്ദിയുള്ളവരിലേക്ക് ദൈവം സമൃദ്ധിയെ നിറയ്ക്കും എന്നുള്ളതാണ് കാര്യം. ഈ സമൃദ്ധിയും നന്ദിയും തമ്മിൽ വളരെ വലിയൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് ഉള്ളത്. നന്ദി ഉള്ളിടത്ത് സമൃദ്ധി ഉണ്ടാവും, സമൃദ്ധി ഉള്ളിടത്ത് നന്ദി ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ലോയിലേക്ക് യൂണിവേഴ്സിനോട് അലൈൻ ചെയ്ത് ജീവിതത്തെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഞങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്. അതായത് നന്ദിയോടെ ഇരിക്കാനുള്ള, നമുക്കൊരു ദിവസം നന്ദി തോന്നുന്ന കാര്യങ്ങൾക്ക് ഒരു ബുക്കിലേക്ക്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ പറ്റി കേൾക്കുന്നതെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. ആ ബുക്കിൽ എല്ലാ ദിവസവും നന്ദിക്ക്
നന്ദി പറയാനായിട്ടുള്ള മിനിമം ഒരു 5 കാര്യങ്ങൾ വെച്ച് എല്ലാവരും എഴുതുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ഡേ 19 വീഡിയോ ആണ്. ഡേ 1 തൊട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസ് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെങ്കിൽ താഴെ നമ്മുടെ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. അപ്പോൾ ഹീൽ ദ വുമൺ ടു ഹീൽ ദ ഫാമിലി എന്ന ബ്യൂട്ടിഫുൾ മിഷനുമായി സ്വസ്തി മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വസ്തിയിലേക്ക് എപ്പോഴും സ്വാഗതം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.